കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ സ്കൂൾ CPM-ന്റേതല്ലെന്ന CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം പൊളിയുന്നു. സ്കൂൾ CPM-ന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പ്രദേശവാസിയും പ്രാദേശിക ഇടതു നേതാവുമായ KS മിനി പറഞ്ഞു. സ്കൂളിന്റെ മാനേജറും ബോർഡ് മെമ്പർമാരും CPM-കാരാണ് എന്ന് നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്കൂൾ അധികൃതർ ഈ ഷെഡ് നിർമ്മിച്ചതും അതുപോലെ തന്നെ ഈ KSCB ഈ ലൈൻ പോകുന്നതും ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് ഇവിടുത്തെ PTA അംഗങ്ങൾ 24 മണിക്കൂർ ഇതിനകത്ത് കയറി ഇറങ്ങുന്ന PTA അംഗങ്ങളുണ്ട്. എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ടേമിൽ ഇവിടെ PTA അംഗമായിട്ടിരുന്നതാണ്. ഞാൻ അടിയിട്ടാണ് ഈ സ്കൂളിൽ PTA, എൻ്റെ മോൻ 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അടിയിട്ടാണ് ഈ സ്കൂളിൽ PTA അംഗമാകുന്നത്. അവരുടെ പാർട്ടിക്കാരല്ലാതെ ഒരാളെ പോലും PTA അങ്ങനെ ഞാൻ വളരെ അധികം പ്രതിഷേധിച്ചിട്ടുണ്ട് ഇവിടെ PTA അംഗമാകണമെന്ന്. അങ്ങനെ ഷിബു KC എന്ന് പറയുന്ന ഒരു സഖാവാണ് എന്നെ മിനി സഖാവിനെ PTA കമ്മിറ്റിയിൽ എടുത്തു എന്ന് പറഞ്ഞ് എന്നെ PTA എടുത്തത്. എന്നിട്ട് PTA വന്നപ്പോഴും ഞാൻ ഇവിടെ പാമ്പിൻ്റെ ശല്യമുണ്ട്, അന്ന് ഗോപിക ടീച്ചർ HM ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ മോൻ വന്ന് പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രഥമ അധ്യാപികയായിരുന്ന അന്നത്തെ ഗോപിക ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പൂർണ്ണമായി ഒരു CPM നിയന്ത്രണത്തിലാണോ ഈ സ്കൂൾ? അതെ, തീർച്ചയായിട്ടുമാണ്. ഇവിടെ കുറേ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂള് തന്നെയാണ്. ഈ പ്രാവശ്യം വന്ന ജോസ് ആൻ്റണി സാറിനെ എനിക്ക് തോന്നുന്നു ഞാൻ ശക്തമായിട്ട് ഈ പുറത്തു നിന്നും അകത്തു നിന്നും പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് CPM അല്ലാത്ത ഒരാളെ ഇവിടെ PTA പ്രസിഡൻ്റായിട്ട് എടുത്തത്. ഇവിടെ ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ 100 വർഷമായ സ്കൂളുകളാണ്, ഞങ്ങൾ പഠിക്കൊണ്ടിരുന്ന സ്കൂളുകളാണ്. എത്ര അധ്യാപകർ പുതിയത് കയറിയിട്ടുണ്ടെന്ന് അറിയാം. എത്ര പുതിയ അധ്യാപകരുണ്ട്, എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇതുവരെ മാറ്റമില്ലല്ലോ. ഇപ്പം എത്രയോ സമരം ഉണ്ടായി. ഇവിടെ ഒരു സ്കൂൾ കത്തിയതിൻ്റെ പേരിലാണ് അന്ന് ഇതൊരു കെട്ടിടം വന്നത്. അല്ലെങ്കിൽ അതും വരുന്നില്ലായിരുന്നു. പിള്ളേരാകുമ്പോഴേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ മാവേ കയറും, മരത്തേ കയറും, എല്ലായിടവും കയറും. എന്താ പിള്ളേർ നടന്ന് കളിക്കുന്ന പിള്ളേരാണോ? അല്ല. ഇവിടെ പണ്ട് തൊട്ടേ ഒരു കളിയുണ്ട്, നമ്മൾ ഈ ചെരുപ്പ് വെച്ച് കളിക്കുന്നതാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ടുണ്ട് ഇവിടെ. ഈ അമ്പഴങ്ങയുടെ ഒരു അരിയുണ്ട്, അത് വെച്ച് കളിക്കുന്നതാണ്. കളിക്കുന്നിടയ്ക്ക് ചെരുപ്പ് പോയി. പയ്യൻ കയറാൻ അതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ആണോ? മറിച്ച് ആ പയ്യൻ കയറുന്ന സമയത്ത് ആരെങ്കിലും അധ്യാപകർ കാണാനുണ്ടായിരുന്നു? അതും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഈ സ്കൂളിൻ്റെ പഞ്ചായത്തിൻ്റെ അതുകൊണ്ടൊരു ഷെഡ് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? ഉള്ള വേസ്റ്റുകളെല്ലാം കൊണ്ട് മൊത്തം പാമ്പുകളാണ് കയറുന്നത് ആ സ്കൂളിൻ്റെ സൈഡിൽ. നോക്കിയാൽ നിങ്ങൾ പോയി. ഇതൊക്കെ തന്നെ നടക്കുന്നത്.